കൈയോളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് ജനുവരി 10 മുതൽ 19 വരെ വിവിധ കലാപരിപാടികളോടെ നടക്കും. കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ എരഞ്ഞിക്കലിനും കുണ്ടൂപ്പറമ്പിനും ഇടയിൽ കനോലി കനാലും അതിനു കുറുകെ കൈപ്പുറത്ത് പാലവും കനാലിൻ്റെ ഒരു വശത്തായി 2 വലിയ ജലാശയങ്ങളും ജലാശയങ്ങൾക്ക് ചുറ്റും കണ്ടൽക്കാടുകളും നിറഞ്ഞിരിക്കുന്ന പ്രകൃതിരമണീയമായ പ്രദേശമാണ് കൈപ്പുറത്ത് പാലം. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കൃഷിഭൂമിയായിരുന്നു. പിന്നീട് കനോലി കനാലും അതിലൂടെ ഉപ്പുവെള്ളവും കടന്നു വന്നപ്പോൾ കൃഷിഭൂമി നശിക്കുകയും അവിടെ വലിയ 2 ജലാശയങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് അതിനു ചുറ്റും വലിയ കണ്ടൽക്കാടുകളും രൂപപ്പെട്ടു. ഇപ്പോൾ പ്രകൃതിരമണീയമായ ഈ സ്ഥലത്ത് ആസ്വാദനത്തിനായി നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ മികച്ച ഉത്തരവാദിത്ത ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയും കോഴിക്കോടിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ കൈപ്പുറത്ത് പാലത്തെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനുവരി 10 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് കൈ ഓളം 2025 സംഘടിപ്പിക്കുന്നത്. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശം എന്നുള്ള നിലയിൽ അതിനെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഏതാണ്ട് 1 ഏക്കർ 55 സെന്റ് സ്ഥലവും ഒരു മിനി വ്യവസായ കേന്ദ്രത്തിൻ്റെ കെട്ടിടമെല്ലാം അവിടെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് പടൽ ബോട്ട് സംവിധാനങ്ങളും അതുപോലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അതുപോലെ അത്തരത്തിലുള്ള ജോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള മരത്തിൻ്റെ പാലങ്ങളുണ്ടാക്കി അതിലൂടെ നടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാഥമികമായി ചെറിയൊരു ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്താൽ വലിയ തോതിൽ അവിടെ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് വരും. വിവിധ കലാപരിപാടികളോടു കൂടിയാണ് കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 12 വൈകുന്നേരം 7 മണിക്ക് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യ അതിഥിയായിരിക്കും. കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേള, KPCയുടെ നാടകം ഉമ്മാച്ചു, പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട്, പൊള്ളാച്ചി മുത്തു അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങിയ വിവിധ വിനോദ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ പ്രൊഫഷണൽ ജില്ലാ കമ്പോലി മത്സരവും വണ്ടിപ്പൂട്ടും തോണി തുഴയൽ മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, കണ്ടൽക്കാടുകളെ അറിയാൻ കാനനപാത, ബോട്ടിംഗ്, ഫിലിം ഫെസ്റ്റിവൽ, ഊഞ്ഞാൽ ഗ്രാമം, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പെറ്റ് ഷോ, ഫുഡ് കോർട്ട് എന്നിവയും ഫെസ്റ്റിലൊരുക്കുമെന്ന് ഫെസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് ചെയർമാൻ VP മനോജ്, SM സുഷാര, EP സഫീന, ഡോക്ടർ ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.